വെൽക്കം. തൈമനാണ്. JT വീഡിയോ സീരീസിലെ നമ്മുടെ 8ാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ലിവർ, ഗോൾ ബ്ലാഡർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കരൾ ആൻഡ് പിത്താശയം. ലിവറിനെ കുറിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയണം. ദെൻ ഫങ്ഷൻസ്, അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ലിവർ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറയാം. നമ്മൾ പാൻക്രിയാസിനെ കുറിച്ച് പറഞ്ഞ പോലെ ലിവർ ഈസ് ഓൾസോ ഡ്യുവൽ ഓർഗൻ. ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, മറ്റ് ഒരുപാട് തരം ഫംഗ്ഷൻസും ഉണ്ട്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, ബൈ മെറ്റബോളിസം എക്സെട്ര. ഡ്യുവൽ ഓർഗൻ ആണ്. സോ അത് നമുക്ക് എഴുതാം, ഡ്യുവൽ ഓർഗൻ. ദെൻ ശരീരത്തിലെ ഗ്ലാൻസ് ഒക്കെ നോക്കിയാൽ ഇതാണ് ലാർജസ്റ്റ്, ഏറ്റവും വലുതാണ്. ബിഗ്ഗസ്റ്റ് വൺ ഇതാണ്. ആൻഡ് ദ ഹെവിയസ്റ്റ്, ഏറ്റവും വെയിറ്റ് കൂടിയത് ഇതാണ്. മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ, ബിഗ്ഗസ്റ്റ് ഓർഗൻ ഇൻസൈഡ് അവർ ബോഡി, ഇന്റേണൽ ഓർഗനും ലിവർ തന്നെയാണ്. സ്കിൻ കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനും ഇതാണ്. ഏകദേശം ഒരു 1.5 kilograms ഇൻ മെയിൽ. മെയിൽ ആവറേജ് എത്ര വരും? ഫീമെയിൽസിലാണെങ്കിൽ ഒരു 1.3 kilograms അടുത്ത് തൂക്കം വരും. ആൻഡ് ലിവർ ഈസ് എ സോളിഡ് ഓർഗൻ ആണ്, പക്ഷെ സോഫ്റ്റ് ആണ്. സോഫ്റ്റ് കൺസിസ്റ്റൻസി. കളർ എന്ന് വെച്ചാൽ റെഡിഷ് ബ്രൗൺ ആണ്. റെഡിഷ് ബ്രൗൺ ഇൻ കളർ. ഇനി ലിവറിന്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയഫ്രത്തിന്റെ താഴെയാണ് ആൻഡ് ശരീരത്തിന്റെ ഏകദേശം വലതുവശത്താണ്. ഡയഫ്രത്തിന് താഴെ എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ടു ഡയഫ്രം ആൻഡ് ഇൻ ദ റൈറ്റ് ഹൈപ്പോകോൺട്രിയൽ റീജിയൻ. അവിടെ നിന്ന് കുറച്ച് ജസ്റ്റ് ഇവിടെ ലെഫ്റ്റ് വരെ എത്തും. ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയൽ റീജിയൻ വരെ എത്തുന്നതാണ് ലിവർ. ആൻഡ് ഇനി ഷേപ്പ് ഇതിനെ നമ്മൾ പറയാ വെഡ്ജ് ഷേപ്പ് എന്നാണ്. വെഡ്ജ് ഷേപ്ഡ് ഓർഗൻ എന്നാണ് ലിവറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. 4 ഭാഗവും ഈ ഭാഗം ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിരമിഡൽ ഇൻ ഷേപ്പ് ആണ്. പിരമിഡൽ ഇൻ ഷേപ്പ്. ഇനി സർഫസ് പറഞ്ഞാൽ 5 സർഫസ് ഉണ്ട് ലിവർ. നമ്മൾ ഈ മുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുക. ഇവിടെ നിന്ന് ഞാനിപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഇതാണ് ആന്റീരിയർ സർഫസ്. ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന്റെ പുറകുവശം ഉണ്ടാവും. ഇവിടെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റീരിയർ സർഫസ് കാണും. ദെൻ മുകൾ ഭാഗം, ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് ദ സുപ്പീരിയർ സർഫസ് ഇതാണ്. ദെൻ ഇൻഫീരിയർ, താഴത്ത് നോക്കുമ്പോൾ ഇൻഫീരിയർ സർഫസ് കാണാം. ദെൻ ഇവിടെ നോക്കുമ്പോൾ ദർ ഇസ് എ റൈറ്റ് സർഫസ് ഓൾസോ. സോ ഇങ്ങനെ 5 സർഫസ് കാണാം. മിക്കവാറും എല്ലാ ഭാഗവും വിസറൽ പെരിട്ടോണിയം വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, ചില സ്ഥലങ്ങൾ ഒഴികെ. ആൻഡ് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ലിവറിന്റെ പുറത്ത് ഒരു കാപ്സുലാർ കവറിംഗ് ഉണ്ട്. അതിന്റെ പേര് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. ഇനി ലിവറിന്റെ അടിഭാഗം ഇൻഫീരിയർ സൈഡിൽ 2 നോച്ചസ് ഉണ്ട്. ഈ നോച്ചസിൽ ഒന്ന്, ദിസ് വൺ ഈസ് ദ സിസ്റ്റിക് നോച്ച്. സിസ്റ്റിക് മീൻസ് ഗോൾ ബ്ലാഡർ ഇരിക്കാനായിട്ടുള്ള നോച്ചാണ്. പിന്നെ ഉള്ളത് ഇവിടെയാണ്. ഈ നോച്ച് മീൻസ് 2 ലോബുകൾക്കിടയിലുള്ളത് കൊണ്ട് ഇന്റർ ലോബാർ നോച്ച്. സോ ഈ നോച്ചിൽ ഈ കാണുന്നതാണ് ലിഗമെന്റം ടെറിസ് എന്ന് പറയുന്ന സാധനം. ഈ സാധനം ഇത് നമ്മുടെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന അംബലിക്കൽ വെയിൻസിന്റെ ബാക്കി പത്രം. റെമനൻസ് ഓഫ് ദിസ് അംബലിക്കൽ വെയിൻസ് ആണ് ഈ ലിഗമെന്റം ടെറിസ്. ആൻഡ് ഇവിടെ ഒരു ലിഗമെന്റ് ഉണ്ട്, ഈ ഫാൽസിഫോം ലിഗമെന്റ് എന്നാണ് ഇതിന്റെ പേര്. ഈ ലിഗമെന്റ് അറ്റാണ് ഈ ലിഗമെന്റം ടെറിസ് എന്ന് പറയാം. ഫ്രീ എൻഡ് ആണ്. ഡയഫ്രത്തിന്റെ അടിയിലാണ് ലിവർ എന്ന് പറഞ്ഞു. സോ തൊട്ട് മുകളിൽ ഇവിടെ ഇങ്ങനെ ഡയഫ്രം പോകുന്നുണ്ട്. ഈ ഡയഫ്രത്തിന്റെ തൊട്ടടിയിൽ ഈ ഫാൽസിഫോം ലിഗമെന്റ്, ഇതിനെ നമ്മൾ വിളിച്ചത് ഫാൽസിഫോം ലിഗമെന്റ് എന്നാണ് നമ്മൾ വിളിച്ചത്. ഈ ഫാൽസിഫോം ലിഗമെന്റ് ഒരു മിസെൻട്രി ഫോൾഡ്സ്, ഇതാണ് മിസെൻട്രി ഫോൾഡ്സ് ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ്. ഈ ലിഗമെന്റിനെ നമ്മൾ കൊറോണറി ലിഗമെന്റ് എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് കൊറോണറി ലിഗമെന്റ് എന്ന്. സോ ഇത് ലിവറിന്റെ സുപ്പീരിയർ പോർഷൻസിലാണ്. ആൻഡ് ഈ ഫാൽസിഫോം ലിഗമെന്റ് മൂലമാണ് ലിവറിന്റെ ഈ ആന്റീരിയർ ഓർ മുൻഭാഗം 2 ലോബ് ആവുന്നത്. സോ ഇത് റൈറ്റ് ലോബ് ഓഫ് ദ ലിവർ ആണ്. ഇതിപ്പോ ലെഫ്റ്റ് ലോബ് ഓഫ് ദ ലിവർ. സോ റൈറ്റ് ലോബ് ആൻഡ് ലെഫ്റ്റ് ലോബ് ബിക്കോസ് ഓഫ് ദിസ് ഫാൽസിഫോം ലിഗമെന്റ്. ഈ റൈറ്റ് ലോബാണ് വലുത്. ലിവർ മൊത്തം ഒരു 6 ഭാഗമായിട്ട് കൂട്ടുകയാണെങ്കിൽ 6ൽ 5 ഭാഗവും റൈറ്റ് ലോബാണ്. ഇത് വെറും 1 ഭാഗം മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് വെരി സ്മോൾ ആൻഡ് ദിസ് ഇസ് സംവാട്ട് വെരി ബിഗർ ഇൻ സൈസ്. ആൻഡ് ഈ മുകളിലുള്ള ഈ കൊറോണറി ലിഗമെന്റ്സ് പിറകോട്ട് ഇങ്ങോട്ട് കിടക്കുകയാണ്. ഫോൾ ബാക്ക് ടു പോസ്റ്റീരിയർ സൈഡ്. ഇപ്പൊ നമുക്കിനി പോസ്റ്റീരിയർ സൈഡ് നോക്കാം. ഇതാണ് ലിവറിന്റെ പോസ്റ്റീരിയർ സൈഡ്. അതാ നമ്മൾ കൊറോണറി ലിഗമെന്റ്സിനെ പറ്റി പറഞ്ഞു. ഇത് ഇങ്ങോട്ട് ബാക്കോട്ട് കിടക്കാന്ന് പറഞ്ഞു. ആൻഡ് ഈ ബാക്കോട്ട് കിടക്കുന്ന പുറകുവശത്തെ എല്ലാ ഭാഗത്തെയും ചേർത്തിട്ട് നമുക്ക് വിളിക്കാവുന്നത് ലിഗമെന്റം വീനോസം എന്നാണ്. ലിഗമെന്റം വീനോസം. ആൻഡ് ഈ നീല കാണുന്നത് എന്താ? ഇത് ഇൻഫീരിയർ വീന കേവാണ്. മുകളിലേക്ക് ഹാർട്ടിലേക്ക് പോവുകയാണ്, താഴ്ത്തുനിന്ന് വരുന്നു. ആൻഡ് ദിസ് ഇസ്, ഇത് പോസ്റ്റീരിയർ കോഡേറ്റ് ലോബാണ്. കോഡേറ്റ് ലോബ് എന്ന് പറയും. ആൻഡ് ഇത് ഇൻഫീരിയർ, താഴെയുള്ളതുകൊണ്ട് ഇൻഫീരിയർ ക്വാഡ്രേറ്റ് ലോബ്. ഒരു സ്ക്വയർ പോലെയുള്ള വേറെ ഒരുപാട് ഏരിയ ഒക്കെ ഉണ്ട്, ലോബ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല. മുൻവശത്തെ 2 ലോബ്, ഇവിടെ 2 ലോബ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഇനി പുറകുവശത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഈ കാണുന്ന ഏരിയ, ഇതിനെ നമ്മൾ പോർട്ട ഹെപ്പാറ്റിസ് എന്നാണ്.
പോർട്ടൽ ഹെപ്പാറ്റിസ് എന്ന് വെച്ചാൽ ഇത് കണ്ട ബ്ലഡ് വെസൽ, ഇത് നീല കളറിൽ കാണുന്നത് പോർട്ടൽ വെയിൻ ലിവറിലേക്ക് വരുന്നതാണ്. റെഡ് കളർ കാണുന്നത് ഹെപ്പാറ്റിക് ആർട്ടറി ലിവറിലേക്ക് വരുന്നതാണ്. സോ രണ്ടും ലിവറിനകത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോകുന്നത് ഇതാണ്, അത് ബൈൽ ഡക്റ്റ് ആണ്. ബൈൽ ഡക്റ്റ് അപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് കണ്ട ലിവറിന്റെ ബ്ലഡ് സപ്ലൈ ആണ്, വളരെ പ്രധാനമാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും അയോട്ടയിൽ നിന്ന് വരുന്ന ഒരു ബ്രാഞ്ച് അതെന്തായാലും ലിവറിലേക്ക് പോയേ പറ്റൂ. അതിന്റെ പേര് ഹെപ്പാറ്റിക് ആർട്ടറി എന്നാണ്. ഹെപ്പാറ്റിക് ആർട്ടറി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊടുക്കുക. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓൺലി 20-25% മാത്രമേ ലിവറിന് കൊടുക്കുന്നുള്ളൂ. സാധാരണ എല്ലാ ഓർഗനും 100% ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ലിവറിന് ബാക്കി കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്ന പോർട്ടൽ വെയിൻ ആണ്. പോർട്ടൽ വെയിൻ. സോ എ വെയിൻ ഈസ് സപ്ലൈയിങ് ബ്ലഡ് ടു ലിവർ. ഇത് മൊത്തം GAT ഭാഗത്തു നിന്ന് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. സ്പ്ലീനിൽ നിന്ന് വരുന്ന സ്പ്ലെനിക് വെയിൻ, പാങ്ക്രിയാസ്, ഡിയോഡിനം, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇവിടെ നിന്നൊക്കെ വരുന്ന മിസെൻട്രിക് വെയിൻ ഉണ്ട്. സോ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മിസെൻട്രിക് വെയിൻ. മിസെൻട്രി എന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈൻ ആണ്. മിസെൻട്രിക് വെയിൻ അതാണ് പോർട്ടൽ വെയിൻ ആയിട്ട്. ഇതാ ഇത് സ്പ്ലീൻ ആണ്, ഇത് പാങ്ക്രിയാസ് ആണ്, ഇത് ഡിയോഡിനം അവിടെ നിന്നൊക്കെ വരുന്നു. ഇത് ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് നേരെ ലിവറിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഈസ് പോർട്ടൽ സർക്കുലേഷൻ. പോർട്ട് ടു പോർട്ട്, അതാണ് പോർട്ടൽ സർക്കുലേഷൻ, ഇന്റർ കണക്ടിങ് സർക്കുലേഷൻ. സോ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള എല്ലാ കണ്ടൻസും ആണ്. ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ കഴിച്ച ഫുഡിന്റെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അബ്സോർബ് അതർ മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം ഫസ്റ്റ് ഗോസ് ടു ലിവർ. ലിവറിലേക്കാണ് ആദ്യം പോകുക എന്ന് മനസ്സിലാക്കുക ത്രൂ ദിസ് പോർട്ടൽ വെയിൻ. സോ ലിവർ ഈസ് സപ്ലൈഡ് വിത്ത് ബ്ലഡ് ബൈ ഹെപ്പാറ്റിക് ആർട്ടറി ആൻഡ് ഓൾസോ പോർട്ടൽ വെയിൻ. ഈ ലിവറിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നതോ അത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ഉള്ള ഹെപ്പാറ്റിക് വെയിൻ. ഹെപ്പാറ്റിക് വെയിൻ ഇത് ഹെപ്പാറ്റിക് വെയിൻ ആയിട്ട് കൂട്ടുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്ന ഹെപ്പാറ്റിക് വെയിൻ ഇൻഫീരിയർ വീന കാവയിലേക്ക് പോകും. ഇൻഫീരിയർ വീന കാവയുടെ പടം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. സോ ലിവറിന്റെ അകത്ത് കയറുന്ന ഈ പോർട്ടൽ വെയിൻ ആൻഡ് ഓൾസോ ദിസ് ഹെപ്പാറ്റിക് ആർട്ടറി ഇത് അകത്ത് കയറി എക്സ്റ്റെൻസീവ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ലിവറിന്റെ ഓരോ ഭാഗത്തേക്ക് എത്തും. ഓരോ ഭാഗം എന്ന് വെച്ചാൽ ലിവറിന്റെ ഓരോ ഭാഗം, പ്രധാന ഭാഗം എന്ന് വെച്ചാൽ ലിവർ ലോബ്യൂൾസിലാണ്. സോ ഇൻ എവരി ലോബ്യൂൾസ് ഈ സംഭവങ്ങൾ എത്തും. അപ്പൊ നമുക്കിനി ലിവറിന്റെ ഹിസ്റ്റോളജി, ലിവർ ലോബ്യൂൾസ് എന്താന്ന് കാണാം. നമ്മുടെ ലിവറിന്റെ പല ലോബ്സ് ഉണ്ട്. ഈ ഓരോ ലോബ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് കൊണ്ടിട്ടാണ്. സോ ലോബ്യൂൾസ് ആണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയും. ഏകദേശം 50,000 to ഒരു 1,00,000, 1,00,000 വരെയൊക്കെ കണ്ടേക്കും. ആൻഡ് ഈ ഒരു ലോബ്യൂൾസിന്റെ ഷേപ്പ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഹെക്സാഗണൽ ഷേപ്പാണ്. 6 വശങ്ങൾ, 6 സൈഡ് ഉണ്ട്. ആൻഡ് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഹണി കോംബ്, തേനീച്ച കൂട് പോലെ ഇരിക്കും ഇന്റേണൽ സ്ട്രക്ചർ. ആൻഡ് ഈ ലോബ്യൂൾസിന്റെ അകത്താണ് ഇവിടെ ഇങ്ങനെ ലിവർ സൈറ്റ്സ് ഓർ ഹെപ്പാറ്റോസൈറ്റ്സ് ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കും. ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്. അപ്പൊ ലിവറിന്റെ ഓരോ പാരൻകൈമൽ സെൽസ്, ഓരോ സെല്ലുകൾ ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്. പക്ഷെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഈ ഓരോ ലോബ്യൂൾസിന്റെ നടുവിൽ ഒരു ബ്ലഡ് വെസൽ ഉണ്ടാവും. ഇതാണ് ഞാൻ വലിയതായിട്ട് വരച്ചിരിക്കുന്ന ഒരു ബ്ലഡ് വെസൽ. ഇതൊരു ലോബ്യൂൾ ആണെങ്കിൽ അതിന്റെ നടുവിൽ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. ബ്ലഡ് സപ്ലൈ ഇങ്ങോട്ടേക്കാണ് പോവുക. സോ ഇതിനെ നമ്മൾ വിളിക്കുക സെൻട്രൽ വെയിൻ എന്നാണ്. സോ സെൻട്രൽ വെയിൻ ആണത്. സെൻട്രൽ വെയിൻ നടുവിൽ വെച്ചിരിക്കുകയാണ് ഓരോ ലോബ്യൂൾസിന്റെയും. ആൻഡ് ഇനി ഓരോ ലിവർ ലോബ്യൂളിനും ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നതോ, ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന നമ്മൾ പറഞ്ഞു 2 സ്ഥലത്ത് ലിവറിന് ബ്ലഡ് വരും. ഒന്ന് ദിസ് ചുവന്ന കളറിൽ കാണുന്നത് ഹെപ്പാറ്റിക് ആർട്ടറി ആണ്. രണ്ടാമത്തത് ഈ നീല കളറിൽ വരച്ചിരിക്കുന്നത് പോർട്ടൽ വെയിൻ. സോ പോർട്ടൽ വെയിനും ഹെപ്പാറ്റിക് ആർട്ടറിയും ഇവിടെ വരുന്നുണ്ട്. സോ 6 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ 6 സൈഡിലും ഇതുപോലെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഉണ്ട്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ 6 സൈഡിൽ നമുക്ക് ഇതേപോലെ കാണാം. ഒരു ബ്രാഞ്ച് ഓഫ് ഹെപ്പാറ്റിക് ആർട്ടറി ആൻഡ് എ ബ്രാഞ്ച് ഓഫ് ഹെപ്പാറ്റിക് പോർട്ടൽ. ഇവിടെ ഭാഗത്ത് ലിവറിൽ നിന്ന് ഈ ലിവർ ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്. ലിവർ ഉണ്ടാക്കുന്ന സംഭവം കൂടി ഇവിടെ വരുന്നുണ്ട്. അതിന്റെ പേര് ബൈൽ ഡക്ട്. സോ ബൈൽ ഡക്ട്. സോ 3 സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതാ 3 എണ്ണം. ഒരു പോർട്ടൽ വെയിൻ, ഇത് ഹെപ്പാറ്റിക് ആർട്ടറി, ഇത് ലിവറിൽ നിന്ന് വരുന്നതാണ്. സോ ഇത് പച്ച കളർ കാണുന്നത് ബൈൽ ഡക്ട്. ഈ 3നെയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതാ വലുതായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത് 3നെയും കൂടി ചേർത്തിട്ട് ഇതിനെ നമുക്ക് പോർട്ടൽ ട്രയാഡ് എന്ന് നമുക്ക് വിളിക്കാം. പോർട്ടൽ ട്രയാഡ്. ശരിക്കും ഇവിടെ വേറെ സാധനം കൂടി ഉണ്ട് കേട്ടോ. ഒരു 4മതായിട്ടുള്ളത് ലിംഫ് ഡക്ട് കൂടി കാണണം. ലിംഫിന്റെ ഡക്ട് കൂടി കാണണം. പക്ഷെ അത് അധികം പറയാറില്ല. 3 എണ്ണം ചേർത്തിട്ട് പോർട്ടൽ ട്രയാഡ് എന്ന് മാത്രമാണ് നമ്മൾ പറയാറുള്ളത്. സോ ചുറ്റും 6 സൈഡിലും ഒരു ലോബ്യൂൾ ആണെങ്കിൽ നടുവിൽ ഒരു സെൻട്രൽ വെയിൻ, ഇവിടെ ഒരു പോർട്ടൽ ട്രയാഡ്, ഇവിടെ ഒരു പോർട്ടൽ ട്രയാഡ്, പോർട്ടൽ ട്രയാഡ്, പോർട്ടൽ ട്രയാഡ്, ഇങ്ങനെ നമുക്ക് കാണാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നിന്ന് ബ്ലഡ് ഇങ്ങോട്ടേക്കായിരിക്കും അപ്പോൾ ഒഴുകുക. സോ കുറച്ചും കൂടി വലുതായിട്ട് ഇതാണ് സെൻട്രൽ വെയിൻ ആൻഡ് ദിസ് റെഡ് കളർ ആണ് ഹെപ്പാറ്റിക് ആർട്ടറി. ഈ ബ്ലൂ കളർ ഇങ്ങോട്ടേക്ക് വരുന്ന ബ്ലഡ് വെസൽ ദാറ്റ് ഈസ് പോർട്ടൽ വെയിൻ ആണ്. ആൻഡ് ദിസ് വൺ ഇത് ലിംഫ് ഡക്റ്റ് ആയിട്ട് കൂട്ടാം. ആൻഡ് ദിസ് വൺ ഈസ് ദ ബൈൽ ഡക്റ്റ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹെപ്പാറ്റോസൈറ്റ്സ്. സോ ദിസ് ഈസ് ഹെപ്പാറ്റോസൈറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ലെയർ, ഇവിടെ ഒരു ലെവൽ. ഇത് പ്ലേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. സോ ഇറ്റ്സ് ആസ് എ പ്ലേറ്റ്. ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഇവിടെ ഒരു പ്ലേറ്റ്, ഇങ്ങനെ അങ്ങ് പോകും പ്ലേറ്റുകൾ. സോ 2 സെൽസുകളുള്ള പ്ലേറ്റ്. ഈ സെൽസുകൾ തമ്മിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. സോ സെൽസിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാം. ആൻഡ് ഈ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഈ ഗ്യാപ്പിലൂടെയാണ് ഇവിടെ തുറന്നിരിക്കുന്നു, ഇത് ഇവിടെ തുറന്നിരിക്കുന്നു. ബ്ലഡ് ഇങ്ങോട്ടേക്ക് പോയി സെൻട്രൽ വെയിനിലേക്ക് ഒഴുകുക. നമുക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി നോക്കിക്കഴിഞ്ഞാൽ ഇത് സെൻട്രൽ വെയിൻ ആണ്. ആൻഡ് ദിസ് ഈസ് ദ പോർട്ടൽ ട്രയാഡ് ആണ്. പോർട്ടൽ ട്രയാഡിൽ വരുന്നത് ഇത് റെഡ് കളറിലെ ഹെപ്പാറ്റിക് ആർട്ടറി ആണ്. ഇത് ഇൻറ്റസ്റ്റൈനിൽ വരുന്ന പോർട്ടൽ വെയിൻ ആണ്. ഇത് ബൈൽ ഡക്റ്റ് ആണ്. ഇത്രയും ബൈൽ ഡക്റ്റ്, 3 കാര്യങ്ങൾ മാത്രം. ആൻഡ് ഇത് പ്ലേറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്. സോ ഹെപ്പാറ്റോസൈറ്റ്സ് 2 ലെയർ എന്ന് പറഞ്ഞു. ഒരു ലെയർ ഇവിടെ, ഒരു ലെയർ ഇവിടെ, അടുത്ത ഒരു ലെയർ ഇവിടെ, ഒരു ലെയർ ഇവിടെ, ഒരു ലെയർ. ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് തുറന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നിന്നുള്ളതും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ ഹെപ്പാറ്റിക് ആർട്ടറിയും പോർട്ടൽ വെയിനും ഇത് രണ്ടും ലിവറിന്റെ ഓരോ പ്ലേറ്റിന്റെ ഇടയിലേക്ക് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. ഇത് ഒരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ് ആണെങ്കിൽ ഈ പ്ലേറ്റിന്റെ അകത്തേക്ക് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഏരിയ ഇങ്ങോട്ടേക്ക് ഒഴുകാനുള്ള ഏരിയയാണ് നമ്മൾ സൈനുസോയിഡ് എന്ന് പറയാം. അതിലെന്താ ഒഴുകുന്നത്? 2 ബ്ലഡും, ഹെപ്പാറ്റിക് ആർട്ടറിയിലെ ബ്ലഡും പോർട്ടൽ വെയിനിലെ ബ്ലഡും ഇത് രണ്ടും തുറന്ന് അവിടെ. സോ മിക്സഡ് ആണ്, മിക്സഡ് ബ്ലഡ്. ഇതിൽ നിന്ന് വരുന്ന ഓക്സിജൻ ഉണ്ടാകും, ഇതിൽ നിന്ന് വരുന്ന ഫുഡ് പാർട്ടിക്കിൾസിന്റെ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്. സോ ലിവർ സെൽസിന് ഓക്സിജനും കാര്യങ്ങളും ഇവിടെ കിട്ടും. ഫുഡിൽ നിന്ന് വരുന്ന സാധനങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദീസ് ബോത്ത് ആർ ഫ്ലോയിങ് ടു ദ സെൻട്രൽ വെയിൻ, ഫൈനലി ഡ്രെയിനിങ് ഇൻ ടു ദ സെൻട്രൽ വെയിനിലേക്ക് പോയി ഒഴുകുകയാണ്. സെൻട്രൽ വെയിൻ ആണ് പിന്നെ ഹെപ്പാറ്റിക് വെയിൻ ആയിട്ട് പുറത്തേക്ക് പോകുക. സോ ബ്ലഡ് ഈസ് ഗോയിങ് ത്രൂ ഹിയർ. ആൻഡ് ഇവിടെ വേറെയും കുറച്ച് സെല്ലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഫേമസ് ആയിട്ടുള്ളത് കഫർ സെൽസ് ആണ്. ആൻഡ് ഈ സ്പേസിനെ സ്പേസ് ഓഫ് ഡിസ്സെ എന്നാണ് നമ്മൾ വിളിക്കുക. സ്പേസ് ഓഫ് ഡിസ്സെ എന്ന് വിളിക്കും. കഫർ സെൽസ് മറ്റ് കുറച്ച് എൻഡോത്തീലിയൽ സെൽസ് കൂടി ഇവിടെ കാണും. ഹെപ്പാറ്റോസൈറ്റ്സ് ഇതാണ്. ആൻഡ് 2 ഹെപ്പാറ്റോസൈറ്റ് തമ്മിലുള്ള ഗ്യാപ്പിനിടയിൽ ചെറിയൊരു ടണൽ പോലെ ഫോം ചെയ്യുന്നുണ്ട് 2 ഹെപ്പാറ്റോസൈറ്റ്. സോ ഈ ഹെപ്പാറ്റോസൈറ്റ്സ് ഉണ്ടാക്കുന്നത്, സപ്പോസ് ഇത് ഹെപ്പാറ്റോസൈറ്റ്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് ബൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ഒഴുകും. ഈ 2-നിടയിലൂടെ ഇതൊരു സെല്ലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒഴുകും, ഈ സെല്ല് ഇങ്ങോട്ടേക്ക് ഒഴുകും. സോ അത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് ഒഴുകും. സോ ദിസ് ഈസ് ഗോയിങ് ടു ദിസ് പോർട്ടൽ ട്രയാഡിൽ പോയിട്ട് ബൈൽ ഡക്റ്റിലേക്ക്. സോ ഒരെണ്ണം ബ്ലഡ് ഇങ്ങോട്ടേക്ക് ഒഴുകുമ്പോൾ ബൈൽ ഇങ്ങോട്ടേക്കാണ് ഒഴുകുക. സോ ടു സമ്മറൈസ്, 2 തരം ബ്ലഡ് വെസൽസ്, ഹെപ്പാറ്റിക് ആർട്ടറിയിൽ നിന്ന് വരുന്ന ഓക്സിജൻ ഉള്ള ബ്ലഡും പോർട്ടൽ വെയിനിൽ നിന്ന് വരുന്ന മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസും സംഭവങ്ങളൊക്കെ ചേർന്ന ബ്ലഡും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സൈനുസോയിഡിലൂടെ ഇങ്ങോട്ടേക്ക്. സോ സൈനുസോയിഡൽ ഫ്ലോ ഈസ് ഫ്രം പോർട്ടൽ ടു സെൻട്രൽ. ആൻഡ് അതിനിടയിൽ ലിവറിന് മെറ്റബോളൈസ് ഒക്കെ ചെയ്യാം, അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. 2 ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ, പക്ഷെ ഇവിടെ നിന്ന് ബൈൽ കനാലിക്കുല വഴി ഇങ്ങനെ പോയി ബൈൽ ഡക്റ്റിലേക്കാണ് പോവുക. സോ ദിസ് ഫ്ലോ ഈസ് ഫ്രം സെൻട്രൽ ടു പോർട്ടൽ. സോ ഒന്ന് സെൻട്രൽ ടു പോർട്ടൽ, ഒന്ന് പോർട്ടൽ ടു സെൻട്രൽ. കഫർ സെൽസിനെ പറ്റി ഒരു വാക്ക് പറയാം. കഫർ സെൽസ് ആർ നത്തിങ് ബട്ട് മോഡിഫൈഡ് മാക്രോഫേജസ് ആണ്. ബ്ലഡ് സെൽസ് തന്നെ മാക്രോഫേജസ്. അവിടെ വരുന്ന സംഭവങ്ങളൊക്കെ വൈറസോ ബാക്ടീരിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെ കൂടി ഒഴുകി വരുമ്പോൾ ചാടി വീണ് ഇതിലെങ്ങനെ ഒഴുകി വരുമ്പോൾ അതിനെ കൊല്ലുക എന്നുള്ളതാണ്. ഫാഗോസൈറ്റിക് സെൽസ് ആണ് കഫർ സെൽസ്. അപ്പോൾ ഇനി നമുക്ക് ഗോൾ ബ്ലാഡറിനെ കുറിച്ച് സംസാരിക്കാം. ഗോൾ ബ്ലാഡർ ലിവർ ഉണ്ടാക്കുന്ന, ഹെപ്പാറ്റോസൈറ്റ്സ് ഉണ്ടാക്കുന്ന ബൈൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഗോൾ ബ്ലാഡർ. സോ ഗോൾ ബ്ലാഡറിന്റെ ഷേപ്പ് ഒരു പിയർ ഷേപ്പാണ്. ഏകദേശം ഒരു പിയർ പോലെയുള്ള ഷേപ്പാണ്. ഒരു 7 to 10 സെന്റിമീറ്റർ ഒക്കെ നീളവും വീതിയൊക്കെ ഉണ്ട്. സോ ഒരു സാക്ക് ആണ്. സോ ഇറ്റ്സ് എ സാക്ക്. ആൻഡ് ലിവറിന്റെ പുറകുവശത്താന്ന് പറഞ്ഞു, താഴെയാണെന്ന് പറഞ്ഞു. സോ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഹാങ്സ് ഇൻഫീരിയർലി ആൻഡ് പോസ്റ്റീരിയർ. ആൻഡ് ക്വാഡ്രേറ്റ് ലോബിന്റെയും റൈറ്റ് ലോബിന്റെയും ഇടയിലുള്ള ഫോസ, ആ ഫോസയിലാണ് എന്റെ സ്ഥാനം. സോ ഇതിനൊരു ബോഡി ഉണ്ട്. സോ ദിസ് ദ ബോഡി ഓഫ് ദ ഗോൾ ബ്ലാഡർ. ആൻഡ് ദിസ് ഏരിയ ഇസ് ദ ഫണ്ടിക് ഏരിയ. എക്സ്പാൻഡഡ് ഏരിയ ഉണ്ട്, ഫണ്ടസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആൻഡ് ദിസ് ഏരിയ വിൽ ബി ദ നെക്ക് റീജിയൻ. സോ ഗോൾ ബ്ലാഡറിന് 2 കാര്യം ചെയ്യാം. ഒന്ന്, ഈ ബൈൽ കൊണ്ടുവരുന്ന ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുക, മ്യൂക്കസ് ഒക്കെ നിറച്ച്. ആൻഡ് ലിവർ ഹെപ്പാറ്റോസൈറ്റ്സിന്റെ സെക്രീഷൻ ആണ് ഇപ്പോൾ ഗോൾ ബ്ലാഡറിൽ വരുന്നത്. ഇത് റൈറ്റ് ഹെപ്പാറ്റിക് ഡക്റ്റിൽ നിന്നാണ്, ഇത് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്റ്റിൽ നിന്നാണ്.
വരും. ആൻഡ് ഈ ബിലിയറി സിസ്റ്റം ഇതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുക എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അപ്പാരറ്റസ് എന്നാണ്. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെപ്പാറ്റിക് ബൈൽ ഡക്ട് ചേർന്നിട്ട് ഇത് കോമൺ ഹെപ്പാറ്റിക് ഡക്ട് ആണ്. ആൻഡ് ഇത് ഗോൾ ബ്ലാഡറിലേക്ക് ഇങ്ങനെ അങ്ങ് പോയി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കോമൺ ബൈൽ ഡക്ട് ആയി. നമ്മൾ പറിച്ചു പാൻക്രിയാസ്. ഇത് പാൻക്രിയാസ് ആണെങ്കിൽ പാൻക്രിയാസിന്റെ ഇവിടെ വന്ന് ഇത് രണ്ടും കൂടി ചേരുകയാണ് അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുക ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്നാണ്. ആൻഡ് ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. ആൻഡ് ദിസ് ഓപ്പൺസ് ആസ് മേജർ ഡിയോഡിനൽ പാപ്പിലായിട്ട് ഓപ്പൺ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഫങ്ഷൻസ് ഓഫ് ലിവർ ആണ് ഇനി പറയേണ്ടത്. ഫങ്ഷൻസ് ഓഫ് ലിവർ എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് ലിവർ പ്ലസ് ദ ബൈൽ രണ്ടും കൂടിയാണ് ഫങ്ഷൻസ് ഓഫ് ലിവർ. പിന്നെ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. GIT-യുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഫംഗ്ഷൻ ഉണ്ട്, മറ്റു വിവിധ സിസ്റ്റംസ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. സോ ബേസിക് ഫംഗ്ഷൻ സെക്രീറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് ആണ്. ദെൻ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്, മെറ്റബോളിക് ഫംഗ്ഷൻ ഉണ്ട്, സിന്തറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റോറേജ് ഫംഗ്ഷൻ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. സോ ഫസ്റ്റ് വൺ, ആദ്യത്തെ ഫംഗ്ഷൻ നമുക്ക് പറയാനുള്ളത് സെക്രീറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഈസ് എസെൻഷ്യലി ദ സെയിം ഫംഗ്ഷൻ ആസ് ബൈൽ. ഈ ബൈൽ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ പറയാം. സോ ബൈൽ ഈസ് സെക്രീറ്റഡ് ഫ്രം ദ ഹെപ്പറ്റോസൈറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. അത് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണെന്നൊക്കെ പറഞ്ഞു. സോ ഒരു ദിവസം ഏകദേശം എത്ര ബൈൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 800 to 1200 ml ബൈൽ ഉണ്ടാകും. ഇതിന്റെ pH എന്ന് പറഞ്ഞാൽ ഒരു 8 to 8.6 ആണ് അതിന്റെ pH. അതിന്റെ നിറം ഗോൾഡൻ യെല്ലോ കളറാണ്. പക്ഷെ നമ്മൾ ഗ്രീൻ കളറാണ്, ഗ്രീൻ കളറാണ് വരും. സോ ഇതിനകത്ത് പല സാധനങ്ങളുണ്ട്. ലെസിത്തിൻ ഉണ്ട്, ബൈൽ ആസിഡ്സ് ഉണ്ട്, ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ബൈകാർബണേറ്റ്. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ ഓരോന്നിന്റെയും ഫംഗ്ഷൻ പറയാം. ആദ്യം നമുക്ക് ലെസിത്തിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ് ചെയ്യുന്നത്. ഈ ലെസിത്തിൻ എന്ന് പറയുന്ന ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. സോ അതിന്റെ വേറെ പേര് ഫോസ്ഫാറ്റിഡൈൽ കൊളീൻ എന്നും ലെസിത്തിനെ നമ്മൾ വിളിക്കും. സോ അതിന്റെ സ്ട്രക്ചർ നമ്മൾ സിമ്പിൾ ആയിട്ട് വരയ്ക്കുക ഇങ്ങനെയാണ്. ഇത് ഗ്ലിസറോൾ ആണ്, ഇത് 2 ഫാറ്റി ആസിഡ് ആണ്, ഇവിടെ O ഉണ്ട്. ദെൻ ഇത് കൊളീൻ ഗ്രൂപ്പ് ആണ്. കൊളീൻ ഇങ്ങനെയാണ് CH3 ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പോളാർ ഏരിയ ആണ്, ഇത് നോൺ പോളാർ ഓർ ലിപ്പിഡ് സോലുബിൾ ഏരിയ ആണ്. സോ ആംഫിപ്പതിക് ആണ്, അതാണ് അതിന്റെ പ്രത്യേകത. സോ സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഭക്ഷണത്തിൽ അതിനകത്ത് ധാരാളം എന്തുണ്ട്, ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് അല്ലെ. ഫാറ്റ് ബിഗ് അഗ്രിഗേറ്റ്സ് ആയിട്ടാണ് ഇരിക്കുക, വെള്ളത്തിൽ അലിയില്ല. സോ ഇതിനെ നമുക്ക് ചെറിയ അഗ്രിഗേറ്റ് ആക്കണം. ചെറിയ അഗ്രിഗേറ്റ് ആക്കലാണ് ലെസിത്തിന്റെ. സോ ലെസിത്തിൻ പോയിട്ട് ഇത് ഫാറ്റ് ആണെങ്കിൽ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ലെസിത്തിന്റെ പണി. സോ ലെസിത്തിന് ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കം ആംഫിപ്പതിക് ആണ്. അപ്പോൾ വെള്ളത്തിൽ സോലുബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. സോ ഡൈജസ്റ്റീവ് എൻസൈംസിന് ഇവിടെ കയറി പ്രവർത്തിക്കാൻ ഒരു ഏരിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ദ ലെസിത്തിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ emulsification of fat. So this is digestive in function. Digestive enzymes-നെ സഹായിക്കും വേഗത്തിൽ അതിൽ ലിപ്പേസിനെ ആക്ട് ചെയ്യാനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് അതിനെ വാട്ടർ സോലുബിൾ ആക്കാൻ emulsification ആണ് ലെസിത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. രണ്ടാമത്തെ ബൈൽ സോൾട്സിന്റെ ഫംഗ്ഷൻ ആണ് ബൈൽ സോൾട്സ് എന്ന് വെച്ചാൽ ബൈൽ ആസിഡിന്റെ സോൾട്ട് ആണ്. ബൈൽ ആസിഡ് ഏതൊക്കെയാണ്? ഗ്ലൈക്കോളിക് ആസിഡ്, ദെൻ ടോറോകോളിക് ആസിഡ്. ആൻഡ് ഇതിന്റെ സോൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ആൻഡ് പൊട്ടാസ്യം ഗ്ലൈക്കോകോളൈറ്റ്, ദെൻ ടോറോകോളൈറ്റ്. ഇതാണ് സോൾട്ട്. സോ ഇതും സെയിം തന്നെയാണ് ചെയ്യുന്നത്, എമൾസിഫിക്കേഷൻ തന്നെയാണ്, എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് തന്നെയാണ്. ഇതിന് ചുറ്റും ഇതേപോലെ നേരത്തെ വന്ന ഒരു ചെറിയ കോട്ട് ഫോം ചെയ്യുന്നു. ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ഇത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ടാണ് സഹായിക്കുക. രണ്ടും ഡൈജഷൻ അബ്സോർപ്ഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഫോം ചെയ്യുന്നതിനാണ് മൈസെല്ലെ എന്ന് പറയാം. മൈസെല്ലെ ഫോർമേഷൻ ആണ് ഇത് സഹായിക്കും. സോ ദിസ് കോസസ് മൈസെല്ലെ ഫോർമേഷൻ. സോ ഡൈജസ്റ്റഡ് ഫാറ്റിനെ ഈസി ആയിട്ട് കവർ ചെയ്യുന്നു. കോറിൽ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരു ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് വന്ന് അവസാനം ഇൻഡസ്റ്റൈനൽ എൻഡറോസൈറ്റ്സിലൂടെ കടന്നു പോകാനായിട്ട് ഈസി ആയിട്ട്, അപ്പോൾ ഡൈജഷനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇതാണ് ബൈൽ സോൾട്സിന്റെ ഫംഗ്ഷൻ. ഈ ബൈൽ സോൾട്സ് പണി കഴിഞ്ഞിട്ട് വീണ്ടും അത് ബൈൽ സോൾട്സ് ആയിട്ട് മാറി വീണ്ടും മറ്റേ പോർട്ടൽ സർക്കുലേഷൻ വഴി വീണ്ടും ലിവറിലെത്തും, പിന്നെയും വീണ്ടും ലിവറും സെക്രറ്റ് ചെയ്യും. സോ ദിസ് അണ്ടർഗോസ് എൻഡറോഹെപ്പാറ്റിക് റീസൈക്ലിംഗ്. സോ ദിസ് ബൈൽ സോൾട്സ് ക്യാൻ അണ്ടർഗോ എൻഡറോഹെപ്പാറ്റിക് റീസൈക്ലിംഗ്. ഇനി ബൈൽ സോൾട്സിന്റെ മറ്റ് ഫംഗ്ഷൻസ് ഒന്ന് ലാക്സേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ചെറുതായിട്ട് ലാക്സേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ദെൻ കോളററ്റിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ബൈൽ സെക്രീഷൻ കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് ദിസ് കോളററ്റിക് ഫംഗ്ഷൻ. ആൻഡ് അടുത്ത ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയാലാഗോഗ് എന്നാണ് പറയാം. കോയാലാഗോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യാണ്, റിലീസ് ഓഫ് ബൈൽ ആസിഡ്സ് സെക്രീഷൻ ഇത് കൂട്ടുന്നു, ഇത് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു, രണ്ടും സഹായിക്കുന്നു. ആൻഡ് വേറെ
ഫംഗ്ഷൻ ഓഫ് ദ ബൈൽ സോൾട്സ് ഈസ് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. സോ കൊളസ്ട്രോൾ അപ്പോൾ അവിടെ ഇരുന്ന് കട്ടയാകാനുള്ള ചാൻസ്. ഈ കട്ടയാകാതെ അതിനെ ലിക്വിഡ് ഫോം ആയിട്ട്, സോ കൊളസ്ട്രോൾ ലിക്വിഡ് ഫോം ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യാതെ ലിക്വിഡായിട്ട് ഫോം ഇരിക്കാനായിട്ട് സഹായിക്കുന്നതും ബൈൽ സോൾട്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഇനി ബൈൽ സോൾട്സിന് ഇൻറ്റെസ്റ്റൈനിലെ ബാക്ടീരിയകളെ തടയാൻ പറ്റും. സോ ഇറ്റ്സ് എ നാച്ചുറൽ ഡിറ്റർജന്റ് ആണ്. സോ ഇറ്റ്സ് ആൻ ആന്റിസെപ്റ്റിക് ഡിറ്റർജന്റ് ആണ്. സോ ആന്റിസെപ്റ്റിക് ആൻഡ് ഡിറ്റർജന്റ് ആക്ഷൻ കൂടിയുണ്ട് ബൈൽ സോൾട്സിന്. GITയിലെ pH മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, സഹായിക്കുന്നുണ്ട്. ദെൻ ബൈൽ സോൾട്സിലെ മ്യൂസിൻ, സോ അത് ലൂബ്രിക്കേറ്റ് ചെയ്യും. സോ ലൂബ്രിക്കേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് pH, pH മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. ഇനി ബൈലിലുള്ളത് ബൈൽ പിഗ്മെന്റ്സ് ആണ്. ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്. ഈ പിഗ്മെന്റ്സ് നമുക്കറിയാം, ദിസ് ഈസ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, അപ്പോൾ ഇതിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണത്. ബ്ലഡിലെ ഹീം നശിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ ബിലി റൂബിൻ ഉണ്ടാവുന്നുണ്ട്, ബിലി വെർഡിൻ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആൻഡ് ഇത് ഗ്ലൂക്കറോണായിട്ട് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് അതിനെ കളയുക എന്നുള്ളത്, പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക, ഫീസസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് ലിവറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, വാട്ടർ സോല്യൂബിൾ ആക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ മെറ്റാബോളിക് ഫംഗ്ഷൻസ് ആണ്. മെറ്റാബോളിക് ഫംഗ്ഷൻസ് ഓഫ് വാട്ട്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഹോർമോൺസ് ആൻഡ് വേരിയസ് അതർ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി. ശരീരം തന്നെ ഉണ്ടാക്കുന്ന പല സംഭവങ്ങളുടെയും മെറ്റബോളിസം നടത്തുന്നു. കാർബോഹൈഡ്രേറ്റിൽ എന്താണ്? ഗ്ലൂക്കോസിനെ എന്തൊക്കെ ആക്കി മാറ്റും? ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് ലിവറിൽ വെച്ചിട്ട് നടത്താം. സോ ഇതിന് ഇൻസുലിൻ വേണം. ആൻഡ് ഇത് ഗ്ലൂക്കോസ് കൂടുതലുള്ളപ്പോഴാണ്. ഗ്ലൂക്കോസ് ഒട്ടും ഇല്ലാതാകുമ്പോഴോ തിരിച്ച് ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റി എനർജി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. സോ എനർജി, സോ ഗ്ലൂക്കോസ്. ദെൻ ഗാലക്ടോസിനെ ഫ്രക്ടോസിനെ ഒക്കെ വേണമെങ്കിൽ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനും ഇവയ്ക്ക് പറ്റും. ഇതാണ് മറ്റൊരു ഫംഗ്ഷൻ. ദെൻ ഗ്ലൂക്കോനിയോജെനിസിസ് ആണ് അടുത്തത്. ഗ്ലൂക്കോനിയോജെനിസിന് സഹായിക്കുന്നു. നിയോ എന്ന് വെച്ചാൽ എന്താ? നിയോ എന്ന് വെച്ചാൽ പുതുതായിട്ട് ഉണ്ടാക്കല, പുതിയത് നിയോ. അത് എവിടെ നിന്നുണ്ടാക്കും? കാർബോഹൈഡ്രേറ്റിൽ നിന്നുണ്ടാക്കുകയാണെങ്കിൽ അത് ഗ്ലൂക്കോജെനിസിസ് മാത്രമാണ്. നിയോ എന്ന് ചേർക്കണമെങ്കിൽ മറ്റു സോഴ്സിൽ നിന്നുണ്ടാക്കണം. പ്രധാനമായിട്ടും പ്രോട്ടീൻസിൽ നിന്നാണ് ഉണ്ടാക്കുക. പ്രോട്ടീൻസ് ആൻഡ് അമിനോ ആസിഡ്സിൽ നിന്നാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുക. വേണമെങ്കിൽ ഗ്ലിസറോൾ, അവയിൽ നിന്നൊക്കെ ഉണ്ടാക്കാം. സോ ഇതിനാണ് ഗ്ലൂക്കോനിയോജെനിസിസ്. ശരീരത്തിൽ ഗ്ലൂക്കോസ് എപ്പോഴെങ്കിലും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻസിനെ അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കി എടുക്കാൻ സഹായിക്കുന്നു. സോ ദിസ് ഓൾ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഗ്ലൂക്കോസ് ലെവൽ. ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻ്റനൻസിന് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഫംഗ്ഷൻ ആണ് ലിവറിന് ഉള്ളത്. ഇനി എങ്ങനെയാണ് പ്രോട്ടീൻ ഡൈജഷൻ? അമിനോ ആസിഡ്സിനെ ഡീഅമിനേറ്റ് ചെയ്യുന്നു. സോ ഡീഅമിനേഷൻ ഓഫ് അമിനോ ആസിഡ്, അമീൻ ഗ്രൂപ്പ് അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കും അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. സോ ഈ അമോണിയ യൂറിയ ആക്കി മാറ്റും. സോ ഇങ്ങനെ ഡീഅമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ആൻ എനർജി സോഴ്സ് ആക്കി ഉപയോഗിക്കാം. സോ ഇത് ലിവർ ആണ് ചെയ്യുക. അടുത്ത ഫംഗ്ഷൻ ഫാറ്റ് ആണ്. ഫാറ്റ് ആൻഡ് ലിപ്പിഡ് മെറ്റബോളിസത്തിൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഷോർട്ട് ആണ്. അപ്പോൾ ഫാറ്റിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കിയെടുക്കണം. സോ എനർജി ഡെറിവേഷൻ ഫ്രം ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യും. സോ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്, അതിൽ നിന്ന് ATP ഉണ്ടാക്കി എടുക്കാനായിട്ട് ലിവറിന് പറ്റും. ദെൻ ലിവറാണ് കൊളസ്ട്രോൾ ശരീരത്തിൽ ഉണ്ടാക്കിയത്. സോ ഇൻ കൊളസ്ട്രോൾ സിന്തസിസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഭാഗത്തും എത്തിക്കാനായിട്ട് ഈ കൊളസ്ട്രോളിനെ പാക്ക് ചെയ്തിട്ട്, കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡിനെ പാക്ക് ചെയ്തിട്ട് ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തിക്കാനും സഹായിക്കുന്നത് ലിവറാണ്. ഓക്കെ, സോ ഫ്രം ഫാറ്റ് ആൻഡ് ഓൾസോ ഫ്രം പ്രോട്ടീൻ, അവിടെ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ, ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും, ലിവർ സഹായിക്കും. ശരീരം ഉണ്ടാക്കിയ വിവിധതരം ഹോർമോൺസ് ഇവിടെ പ്രവർത്തനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവയെ നശിപ്പിക്കുന്നതും ലിവർ തന്നെയാണ്. സോ ലിവർ ക്യാൻ ഇനാക്ടിവേറ്റ് ദ ഹോർമോൺസ് ഓൾസോ. ഇൻസുലിൻ ആയാലും കോർട്ടിക്കോസ്റ്റീറോയിഡ് ആയാലും എല്ലാത്തും ലിവറിന് നശിപ്പിക്കാൻ പറ്റും. ഇനി സിന്തറ്റിക് ഫംഗ്ഷൻസ്, മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് സിന്തറ്റിക്. സിന്തറ്റിക് എന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. പല സംഭവങ്ങളും ശരീരത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒന്ന് ലിവറിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഒരുവിധം എല്ലാ പ്രോട്ടീൻ, ആൽബുമിൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രോട്ടീൻ എക്സെപ്റ്റ് ഗാമാഗ്ലോബുലിൻ ഉണ്ടാക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നതും ലിവറിൽ നിന്നാണ്. ഏകദേശം 15 to 50 ഗ്രാം പ്രോട്ടീൻസ് ആണ്. ഏറ്റവും ഫേമസ് ഈസ് ആൽബുമിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ലിവർ ആണ് ഉണ്ടാക്കുക. ദെൻ ഇമ്മ്യൂണിറ്റിയിൽ വേണ്ട കോംപ്ലിമെന്റ്, സിസ്റ്റത്തിൽ വേണ്ട കോംപ്ലിമെന്റ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത് ആരാ? അതും ലിവർ. ദെൻ ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ വേണം? നമുക്ക് ഹോർമോൺ ബൈൻഡിങ് പ്രോട്ടീൻസ് വേണം. അല്ല, ഇത് ഹോർമോൺ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ബൈൻഡിങ് പ്രോട്ടീൻസ് വേണം. ഈ ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് ലിവർ ആണ്. ദെൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ബ്ലഡ്, നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനായിട്ട് ലിവർ വേണം. ലിവറിന് ബ്ലഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ സ്വല്പം ബ്ലഡ് സ്റ്റോറേജ് ഫംഗ്ഷൻ ഉണ്ട്. ദെൻ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ്
ട്രൈഗ്ലിസറൈഡ്സ് ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ലിവർ. സോ ദീസ് ഓൾ ആർ ദ സം ഓഫ് ദ സിന്തറ്റിക് ഫങ്ഷൻസ്. ദെൻ സ്റ്റിറോയിഡ്സ് അല്ല, കൊളസ്ട്രോൾ ഉണ്ടായാലാണ് അതിൽ നിന്ന് സ്റ്റിറോയിഡ് ഉണ്ടാകുക. സ്റ്റിറോയിഡ് ഉണ്ടായാലാണ് പല ആൾക്കാർക്കും ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഇതിന്റെയൊക്കെ ബേസിസ് തുടങ്ങുന്നത് ലിവറിൽ നിന്നാണ്. സിന്തറ്റിക് ഉണ്ടാക്കിയെടുക്കലാണ്. ഇനി ശരീരത്തിലുള്ള പല സാധനങ്ങളെ നശിപ്പിക്കുക, ഇനാക്ടിവേഷൻ അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബയോ ട്രാൻസ്ഫർമേഷൻ. സോ ഈ ഫംഗ്ഷനും ലിവർ തന്നെ ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഹോർമോൺസ്, ഞാൻ നേരത്തെ ഹോർമോൺസിൽ അവിടെ പറഞ്ഞു, ഗ്രോത്ത് ഹോർമോൺ, പാരാത്തോർമോൺ, ഗ്ലൂക്കഗോൺ ഓർ ഈസ്ട്രോജൻ. സോ മെനി ഹോർമോൺ, കുറച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതെല്ലാം നശിപ്പിക്കുക, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പരിപാടി അവസാനിപ്പിക്കണമെങ്കിൽ ലിവർ വേണം. ദെൻ ഫാറ്റ് സോലുബിൾ ഡ്രഗ്സിനെ വാട്ടർ സോലുബിൾ ആക്കി ഡ്രഗ് ആക്കി മാറ്റുക അല്ലെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം അത് ഫാറ്റ് സോലുബിൾ ആണെങ്കിൽ വാട്ടർ സോലുബിൾ ആക്കുക. വാട്ടർ സോലുബിൾ ആയി കഴിയുമ്പോൾ യൂറിനിലൂടെ പുറത്തേക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ലിവർ ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് ഡ്രഗ്സ്. അടുത്ത ഫംഗ്ഷൻ നമുക്ക് ഇനി പറയാനുള്ളത് സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ്. സ്റ്റോറേജ് ഫംഗ്ഷൻസ് ഓഫ് ലിവർ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യുന്നു നമുക്കറിയാം. സോ ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കോജൻ. വൈറ്റമിൻസ് പലതിനെയും സ്റ്റോർ ചെയ്യും. ഉദാഹരണം വൈറ്റമിൻ എ. വൈറ്റമിൻ എ അത് കരോട്ടിനിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 10 months വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ വൈറ്റമിൻ ബി. വൈറ്റമിൻ B12 ഏകദേശം 1 വർഷം ടു പല ഇയേഴ്സ് അതിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. വൈറ്റമിൻ ഡി 3 to 4 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ സ്റ്റോർ അയൺ. അയൺ സ്റ്റോർ ചെയ്യാൻ പറ്റും ലിവറിലെ. അപ്പോൾ ഫെറിറ്റിനാക്കി മാറ്റുക, അങ്ങനെ അയണിനെ എടുക്കാനായിട്ട് പറ്റും, സ്റ്റോർ ചെയ്യാൻ. ദെൻ കോപ്പർ സ്റ്റോറേജ് ഈസ് അനദർ വൺ. ദെൻ അതർ വൈറ്റമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, വൈറ്റമിൻ കെ എക്സെട്ര ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടും ലിവർ. ഇനി ഡിഫൻസ് ഫംഗ്ഷൻ ആണ്. ഡിഫൻസിനകത്ത് എന്താണ്? ഡിഫൻസിനകത്ത് പാത്തോജൻസ് അല്ലെങ്കിൽ ആന്റിജൻസ്, അതൊക്കെ കഫർ സെൽസ് വഴി ഡീഗ്രേഡ് ചെയ്യുക, നശിപ്പിക്കുക, ഫാഗോസൈറ്റോസിസ് ചെയ്യുക. ഇത്രയും ഫംഗ്ഷൻസ് കഫർ സെൽസ് വഴി പറ്റും. സ്പെല്ലിംഗ് ജസ്റ്റ് നോക്കിയേക്കുക. ദെൻ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ലിവർ ഒരുപാട് മെറ്റാബോളിക് പ്രോസസ് നടത്തുന്നുണ്ട്. ഈ മെറ്റബോളിക് പ്രോസസ് നടത്തുമ്പോൾ ലാർജ് ഇനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ചൂട് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ബ്ലഡിലൂടെ പോയി ശരീരം മൊത്തം ആ ടെമ്പറേച്ചർ. സോ ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഹീമോപോയിറ്റിക് ഫംഗ്ഷൻ ഈസ് അനദർ ഫംഗ്ഷൻ. ഹീമോപോയിറ്റിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇപ്പോൾ RBC ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും ലിവറിൽ നിന്നായിരുന്നു, പിന്നീടാണ് ഇപ്പോൾ ബോൺ മാരോയിൽ നിന്നൊക്കെ ഉണ്ടാകുക. ഓക്കെ, ദെൻ RBC മാത്രമല്ല പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ത്രോംബോ പോയിറ്റിനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാനായിട്ട്. സോ ദീസ് ഓൾ ആർ സം ഓഫ് ദ ഫംഗ്ഷൻസ്. ഞാൻ എല്ലാം പറഞ്ഞില്ല, അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരുവിധം ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നമ്മൾ ലിവറിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ അനാറ്റമി കണ്ടു, ഹിസ്റ്റോളജി കണ്ടു, ദെൻ ഫംഗ്ഷൻസ് കണ്ടു. താങ്ക് യു ഫോർ വാച്ചിങ്.